ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ PE സോഷ്യോളജി ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എസ് എ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണിത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ബ്രിട്ടീഷ് കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ഡെവലപ്പിംഗ് അക്കാഡമിക് ഫീൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രം, ആന്ത്രോപോളജി തുടങ്ങിയ വിഷയങ്ങളുടെ രൂപീകരണവും വികസനവും ബ്രിട്ടീഷ് കൊളോണിയലിസം ശക്തമായി സ്വാധീനിച്ചു. കൊളോണിയൽ ഭരണാധികാരികൾ ഭരണപരമായി ജനങ്ങളെ നിയന്ത്രിക്കാൻ ഈ വിഷയങ്ങൾ ഉപയോഗിച്ചു. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം, പുതിയ സർവകലാശാലകൾ, ആധുനിക സെൻസസ്, ഫീൽഡ് സർവേകൾ എന്നിവ സാമൂഹ്യശാസ്ത്രത്തിനും ആന്ത്രോപോളജിക്കും ഒരു ശാസ്ത്രീയ അടിസ്ഥാനം ഒരുക്കി. അതേസമയം സ്വദേശീയ അറിവുകളും ദേശീയതയുടെ വളർച്ചയും സാമൂഹ്യശാസ്ത്രം ദേശീയ വികാസത്തിന് അനുകൂലമായി മാറാൻ സഹായിച്ചു. ഇതോടെ പുതിയ ആശയങ്ങൾ, നവോത്ഥാനത്തിനും പരിഷ്കരണവാദവും പ്രതിരോധ ചിന്തകളും സമൂഹത്തെ സ്വാധീനിച്ചു. അതിനാൽ കൊളോണിയലിസം വികസനത്തിന് കാരണമായും ആശയപരമായ വിരുദ്ധതകൾക്കും അവസരം ഒരുക്കി. PDF ഉള്ള അതേപോലെയല്ല ഞാൻ വായിച്ചത്, കുറച്ചൊന്ന് ഷോർട്ടാക്കിക്കൊണ്ടാണ് വായിച്ചത്. PDF ഒരുപാടുണ്ട്. ഈ ഷോർട്ടായിട്ട് പഠിച്ചു വെച്ചാലും വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. PDF ഒരുപാടുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അതാണ് ഞാൻ ഇത്തിരി ഷോർട്ടാക്കി പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, explain the social background and the factors responsible for the development of sociology. ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വികസനത്തിന് നിരവധി സാമൂഹിക പശ്ചാത്തലങ്ങളും ഘടകങ്ങളും പങ്കുവഹിച്ചു. പുരാതന കാലഘട്ടത്തിലെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ധർമ്മശാസ്ത്രങ്ങൾ തുടങ്ങി നിരവധി മതഗ്രന്ഥങ്ങൾ സാമൂഹ്യ ജീവിതത്തെ വിശദമായി വിലയിരുത്തി. മധ്യകാലഘട്ടത്തിൽ പ്രാദേശിക ഭാഷകളിലെ സാഹിത്യം സമൂഹത്തെ രേഖപ്പെടുത്തി. പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയലിസം, ആധുനിക വിദ്യാഭ്യാസം, സെൻസസ് സർവേകൾ, ആന്ത്രോപോളജിക്കൽ സ്റ്റഡികൾ തുടങ്ങിയവ സാമൂഹ്യശാസ്ത്രത്തിനും ആന്ത്രോപോളജിക്കും ശാസ്ത്രീയ രൂപം നൽകി. ദേശീയതയുടെ ഉദയം, സ്വാതന്ത്ര്യാനന്തരം സാമൂഹ്യപരമായ ആവശ്യങ്ങൾ എന്നിവയും ഈ വിഷയത്തെ കൂടുതൽ പ്രാവർത്തികമായി വികസിപ്പിച്ചു. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതൊരു essay ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ ഇത് ഷോർട്ടാക്കിയിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഞാൻ PDF ഇതിൻ്റെ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യനാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഇൻ ഇന്ത്യൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. ഇന്ത്യൻ സോഷ്യോളജി, ആന്ത്രോപോളജി രൂപം പ്രാപിച്ചത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ആരംഭഘട്ടമാണ്, ഫൗണ്ടേഷൻ ഫേസ്. ആദ്യകാല വേദങ്ങൾ, പുരാണങ്ങൾ, പഴയ രേഖകൾ തുടങ്ങിയവയുടെ വിവരണം, ബ്രിട്ടീഷ് ഭരണകാലത്ത് സെൻസസ് റിപ്പോർട്ടുകൾ, ഫീൽഡ് സർവേകൾ തുടങ്ങിയവ ഈ വിഷയങ്ങൾക്ക് അടിത്തറയിട്ടു. രണ്ടാമത്തെ ഘട്ടമാണ് സ്ഥാപനഘട്ടം. 1919 ബോംബെ സർവകലാശാലയിൽ സോഷ്യോളജി ഒരു വിഷയമായി പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് മറ്റു സർവകലാശാലകൾ ഈ വിഷയങ്ങളെ പഠന വിഷയമാക്കി. മൂന്നാമത്തെ ഘട്ടമാണ് പ്രൊഫഷണൽ ഘട്ടം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, ICSSR തുടങ്ങിയവ സ്ഥാപിക്കപ്പെട്ടു. ഗവൺമെൻറ് വികസന പദ്ധതികൾക്കായും പല റിസർച്ച് പ്ലാനുകളും നടപ്പാക്കി. ഫീൽഡ് സ്റ്റഡികൾ, ഉപദേശക സേവനങ്ങൾ തുടങ്ങിയവ സമൂഹത്തിനുള്ള സർവീസായി മാറി. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്കസ് വേരിയസ് അപ്രോച്ചസ് ടേക്കൺ ബൈ സോഷ്യോളജിസ്റ്റ് ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ സാമൂഹ്യശാസ്ത്രജ്ഞർ വിവിധ സമീപനങ്ങൾ സ്വീകരിച്ചു. പ്രധാനമായിട്ടും ഇൻഡോളജിക്കൽ സമീപനം, ഘടനാപരമായ സമീപനം, മാർക്സിസ്റ്റ് സമീപനം. ഒന്നാമതായി ഇൻഡോളജിക്കൽ സമീപനം. GS കുര്യയെ പോലുള്ള പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യൻ സംസ്കാരത്തെ വിശദമായി പഠിച്ചു. അതായത് GS കുര്യയെ പോലുള്ളവർ പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യൻ സംസ്കാരത്തെ വിശദമായി പഠിച്ചു.
രണ്ടാമത്തെ സമീപനമാണ് ഘടനാധർമ്മ സമീപനം. ഇന്ത്യൻ സമൂഹത്തിലെ ഘടനകളും അവയുടെ പ്രവർത്തനങ്ങളും പഠിക്കാൻ ഈ സമീപനം ഉപയോഗിച്ചു. സഹജീവിതം, ഐക്യവും പുനരുത്പാദനവും അടിസ്ഥാനം. മൂന്നാമത്തേതാണ് മാർക്സിസ്റ്റ് സമീപനം. സമൂഹത്തെ സാമ്പത്തികമായും ഘടനാപരവുമായ തലത്തിൽ വിശദമായി വിവരിക്കുന്നു. വർഗപരമായ ബന്ധങ്ങൾ, ഉൽപാദന മാർഗങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. നാലാമത്തേതാണ് വാചക ഫീൽഡ് സമീപനം. വാചക ഫീൽഡ് സമന്വയം. പുരാതന ഗ്രന്ഥങ്ങൾക്കും ഫീൽഡ് സ്റ്റഡിക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന സമീപനം. ജനങ്ങൾ അനുഭവപരമായ അറിവിനും വില നൽകുന്നു. അഞ്ചാമത്തേതാണ് കീഴാള സമീപനം. ചരിത്രം, സംസ്കാരം തുടങ്ങിയവയെ എലിറ്റുകൾക്കു വേണ്ടി മാത്രം കാണാതെ സാധാരണ ജനങ്ങൾക്കും കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാകുന്ന സമീപനം. അടുത്ത ക്വസ്റ്റ്യനാണ് ഡിസ്ക്രൈബ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സോഷ്യോളജിയും ആന്ത്രോപോളജിയും അടുത്ത ബന്ധമുള്ള ശാസ്ത്ര വിഭാഗങ്ങളാണ്. രണ്ട് വിഷയങ്ങളും സമൂഹത്തെ പഠിക്കുന്നത് മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രമായ ധാരണയ്ക്കാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യോളജി പ്രധാനമായും ആധുനിക നഗര സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്. ആന്ത്രോപോളജി പ്രധാനമായും ആദിമ ഗോത്ര പാരമ്പര്യ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്. സോഷ്യോളജിയിൽ സർവേ, ക്വാണ്ടിറ്റേറ്റീവ് പഠനം മുതലായ രീതിയാണ് ഉപയോഗിക്കുന്നത്. ആന്ത്രോപോളജിയിൽ ഫീൽഡ് വർക്ക്, പങ്കെടുക്കുന്ന നിരീക്ഷണം തുടങ്ങിയ രീതികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആധുനിക ഇന്ത്യയിൽ ഈ രണ്ട് ശാഖകളും പരസ്പരം ആശ്രിതമാണ്, തമ്മിൽ വിവരങ്ങൾ പങ്കിടുകയും ആശയങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇവയ്ക്ക് പരസ്പരം വേർപെടുത്താനാവാത്ത ബന്ധമാണ് ഉള്ളത്. ഇത്രയുമാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എസ്സേ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുമാണ്.